40 വർഷം മുമ്പ് ഗോപു നന്ദിലത്ത് എന്ന ഗൃഹോപകരണ ഷോറൂം ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു 50 ഷോറൂം എന്നുള്ളത്. ആ സ്വപ്നം യാഥാർത്ഥ്യമായ ദിവസമാണിന്ന്. 50ാമത്തെ ഹൈടെക് ഷോറൂം കണ്ണൂരിനാണ് ഗോപു നന്ദിലത്ത് സമർപ്പിച്ചിട്ടുള്ളത്. നന്ദിലത്ത് ജി മാർട്ടിൻ്റെ ഹൈടെക് ഷോറൂമിലാണ് നമ്മളിപ്പോഴുള്ളത്. നന്ദിലത്ത് എന്ന ഈ മഹാപ്രസ്ഥാനത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നതിന് 2 മക്കളെ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അത് അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മോടൊപ്പം നന്ദിലത്തിൻ്റെ ഡയറക്ടർ ഐശ്വര്യ നന്ദിലത്ത് ചേരുകയാണ്. അച്ഛൻ്റെ സ്വപ്നമാണ് ഇനിയും ഈ ഗോപു നന്ദിലത്തിൻ്റെ ഈ ജി മാർട്ട് വലിയ ഉയരങ്ങളിലേക്ക് പോകാൻ, 50, 100 ആകണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമായിരിക്കാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അതാണ് നിങ്ങളെ 2 മക്കളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഐശ്വര്യ കണ്ടു വളർന്ന അച്ഛൻ്റെ ആ ഒരു പോരാട്ടം എങ്ങനെയായിരുന്നു? ഇതിൻ്റെ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള അച്ഛൻ്റെ ഒരു പോരാട്ടം എങ്ങനെയായിരുന്നു? ഡെഫിനറ്റ്ലി ഇപ്പോൾ പലർക്കും ഉള്ള ഒരു ഡൗട്ട് ഉണ്ടാവും, അച്ഛൻ ചിലപ്പോൾ ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്നാണോ വന്നിരിക്കുന്നത്. അല്ല, ഹി വാസ് ഫ്രം എ വെരി നോർമൽ ഫാമിലിയിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. ഹി വാസ് നോട്ട് ബോൺ വിത്ത് സിൽവർ സ്പൂൺ. ആൾ സ്വയം സിൽവർ സ്പൂൺ ഉണ്ടാക്കി, അതിൽ നിന്ന് ഗോൾഡൻ സ്പൂൺ ഉണ്ടാക്കി, ഡയമണ്ട് സ്പൂൺ ഉണ്ടാക്കി. അങ്ങനെയാണ് അച്ഛൻ്റെ ജേർണി വന്നിരിക്കുന്നത്. വളരെയധികം കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ട്. പണ്ട് 1984 ഗോപു നന്ദിലത്തിൻ്റെ ഷോറൂം എന്ന് പറഞ്ഞാൽ ജി മാർട്ട് ആയിരുന്നില്ല, അന്ന് നന്ദിലത്ത് ഏജൻസീസ് ആയിരുന്നു. ആ നന്ദിലത്ത് ഏജൻസീസിൽ അച്ഛൻ തന്നെയായിരുന്നു അന്ന് കാഷ്യറായിട്ടും ഡെസ്പാച്ചിലായാലും ഈവൻ ക്ലീനിങ്ങിനും അല്ലെങ്കിൽ സെയിൽസ്മാനായിട്ടും എല്ലാം 1 മാൻ ഷോ ആയിരുന്നു. ഈ 1 മാൻ ഷോ എന്നാണ് ഇന്ന് 12,000 പേരുള്ള ഒരു 2000-ൽ അധികം പേരുള്ള ഒരു സ്റ്റാഫ് കുടുംബം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ ജേണി നിങ്ങൾക്കൊന്ന് ആലോചിച്ചറിയാൻ പറ്റും. തുടക്കകാലങ്ങളിൽ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞാൻ അച്ഛനെ കാലത്ത് സ്കൂളിൽ പോകുന്ന നേരത്ത് അച്ഛൻ പത്രം വായിച്ചിരിക്കുന്ന സമയമാണ്. ഒരു 8 മണി നേരത്തെ അച്ഛനെ കാണും. സുഖമല്ലേ അച്ഛാന്ന് ചോദിച്ചാൽ ഞങ്ങൾ പോവുകയാണ് ചെയ്യുക. രാത്രി വരുന്നത് സ്റ്റോർ കട അടച്ച് വരുന്ന ഒരു 12 മണിയൊക്കെ ആവും. കാരണം അന്ന് ഞാൻ പറഞ്ഞ പോലെ കാഷ്യറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പ്യൂട്ടർ സിസ്റ്റമോ ഒന്നുമില്ല. അപ്പോൾ എല്ലാം നമ്മൾ മാനുവലി ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ബിസിനസ്സിന് വേണ്ടി. അച്ഛൻ്റെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നതാണ് ഇന്ന് ഞങ്ങൾക്കുള്ള ഈ ബ്രാൻഡ് നെയിം. ഗോപു നന്ദിലത്ത് ജി മാർട്ട് എന്നുള്ള ഒരു ബ്രാൻഡിനെ അത്രയും അച്ഛൻ്റെ ഡെഡിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ്റെ മക്കളെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് ഒരുപക്ഷെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഇന്നേ വരെ എൻ്റെ അച്ഛൻ അടങ്ങിയിരിക്കുന്നതായിട്ട് ഒരു റെസ്റ്റ് എടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം ചലഞ്ചാണ്. കാരണം ഇത് ഏൽപ്പിച്ച് തരുമ്പോൾ ചെറിയ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റി അല്ല, വലിയ രീതിയിലുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. നല്ല രീതിയിൽ കൊണ്ടു നടക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ബിസിനസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. അച്ഛൻ്റെ സ്ട്രോങ്ങസ്റ്റ് പില്ലറായിട്ട് തന്നെയാണ് ഞങ്ങൾ 2 പേരും ബിസിനസ്സിലുള്ളത്. ഇരുകൈ നീട്ടി സ്വീകരിച്ച ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് എന്നും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഈ അച്ഛൻ ഈ പഠനകാലത്തൊക്കെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അച്ഛൻ്റെ ഈ സ്ട്രഗിൾ അധികം മനസ്സിലായിട്ടും ഉണ്ടാവില്ല. അച്ഛൻ്റെ ഈ വിദേശ യാത്ര അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, വിദേശത്ത് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി അതുപോലെ ഒപ്പിയെടുത്ത് അതുപോലുള്ള ആയിരിക്കണം, എൻ്റെ ഷോറൂം ഇതായിരിക്കണം എന്നുള്ള ഒരു സ്വപ്നമായി അദ്ദേഹം കൊണ്ടു നടന്നു. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ 50 ഷോറൂമുകൾ. ഒരു ഹൈടെക്കായി മാറുകയാണ്. ഈ കാലത്തിനൊപ്പം ഗോപു നന്ദിലത്ത് ജി മാർട്ട് മാറി എന്നുള്ളതാണ്. 40 വർഷത്തിന് മുമ്പ് തുടങ്ങിയ പല സ്ഥാപനങ്ങളും ഇന്നില്ല. അദ്ദേഹം കാലത്തിനൊപ്പം സഞ്ചരിച്ചു എന്നതാണ്, അല്ലെങ്കിൽ കാലത്തിനേക്കാൾ മുമ്പേ സഞ്ചരിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് ഈ ഇലക്ട്രോണിക്സ് വിപണന രംഗത്തെ ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തെ കാണുന്നത്. അച്ഛനെ വലിയ മിസ് ചെയ്തിട്ടുണ്ടോ ആ സമയത്തൊക്കെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ മിസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങളെന്നും അച്ഛനായിട്ട് എന്നും ഫോണിൽ കൂടെ സംസാരിക്കും. കോളേജ് വിട്ട് വന്നാലും അച്ഛനെ ഡെയിലി വിളിക്കണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ പഠിച്ചതും 12th വരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോയമ്പത്തൂരും ബാംഗ്ലൂരൊക്കെ ആയിരുന്നു പഠിച്ചത്. പക്ഷേ എന്നിരുന്നാലും അച്ഛനായിട്ടുള്ള ഒരു കണക്ഷൻ അന്നും ഇന്നും ഒരുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാളാണ് ഞാൻ. അച്ഛനെ മിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അച്ഛനെ മിസ് ചെയ്യാറുള്ളത് എപ്പോഴും അച്ഛൻ എനിക്ക് റെസ്റ്റ് എടുക്കാതെയൊക്കെ കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ സങ്കടം തോന്നുന്നത്. കാരണം അച്ഛൻ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. അച്ഛൻ ബിസിനസ്സിൽ വർക്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ 2000-ൽ ഞങ്ങൾ ഈ ജി മാർട്ട് എന്നുള്ള കോൺസെപ്റ്റ് ആദ്യം തൃശ്ശൂരാണ് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് അന്ന് എനിക്കൊന്നും തോന്നുന്നില്ലേ അത്രയും വലിയൊരു ഷോറൂം ക്ലെയിം ചെയ്യാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. തൃശ്ശൂർ ജില്ലയിലല്ല പറയുന്നത്, സൗത്ത് ഇന്ത്യയിലും അല്ല പറയുന്നത്, ഇന്ത്യയിൽ തന്നെയായാലും അത്രയും വലിയൊരു ഷോറൂം, അത്രയും വലിയൊരു ഡിസ്പ്ലേ ആയിട്ട് തുടങ്ങാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ആ ജി മാർട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അച്ഛൻ കൊണ്ടുവന്നതോളൂ. എല്ലാം ഒരു ഫാമിലിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും എല്ലാം അണ്ടർ 1 റൂഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അത് വളരെയധികം സക്സസ്ഫുള്ളായി. ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് ആയിരുന്നു നമ്മളന്ന്.
ഇന്നും നമ്മൾ അഡ്വാൻസ്ഡ് ആണ്. ഇന്ന് നമ്മുടെ ഇവിടെ പ്രൊഡക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. ഒരു ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി നോക്കുന്ന ഒരു കസ്റ്റമർ തൊട്ട് ഹൈ എൻഡ് നോക്കുന്ന പ്രൊഡക്ട്സ് ഉള്ള കസ്റ്റമേഴ്സിന് വരെ എല്ലാം അവൈലബിൾ ആണ്. മാത്രമല്ല എല്ലാ പ്രൊഡക്ട്സും നമുക്ക് സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് മൊബൈൽ, സ്മാർട്ട് ഫോൺസ്, സ്മാർട്ട് LED, സ്മാർട്ട് റെഫ്രിജറേറ്റർ, സ്മാർട്ട് വാഷിംഗ് മെഷീൻ, അങ്ങനെ എല്ലാം സ്മാർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗോപു നന്ദിലത്തിലും ജിമാർട്ടിലൂടെ നിങ്ങളും സ്മാർട്ട് ആവാൻ വേണ്ടിയാണ് ഞങ്ങൾ അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് കൊണ്ടുവരുന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, റോബോ വാക്യൂം ക്ലീനേഴ്സ്. ഇന്ന് ഒരു ന്യൂക്ലിയർ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം റോബോ വാക്യൂം ക്ലീനേഴ്സ് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. എല്ലാം മാനുവലി മാറി എല്ലാം ടെക് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് അങ്ങനെ എല്ലാ ചെറിയ ചെറിയ പ്രൊഡക്ട്സ് തൊട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇതിൻ്റെ മേലെയുള്ള ഫ്ലോറിൽ സ്മോൾ അപ്ലയൻസസ് ആണ്. അതിനകത്തുള്ള എല്ലാ രീതിയിലുള്ള ഒരു വീട്ടമ്മയ്ക്ക് വേണ്ട എല്ലാതും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു കിച്ചൺ ആക്സസറീസ് എന്തൊക്കെയാണോ ഒരു വീട്ടമ്മയ്ക്ക് വേണ്ടത് എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഗോപുനന്ദിൽ ജിമാർട്ട് പറയുന്നത്. ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛന് വേണമെങ്കിൽ, ഭാര്യയ്ക്ക് വേണമെങ്കിൽ, ഭർത്താവിന് വേണമെങ്കിൽ, ഭാര്യയ്ക്ക് വേണമെങ്കിൽ, കൊച്ചുങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഗോപുനന്ദിൽ ജിമാർട്ട്. ഒരിക്കലെങ്കിലും ഇവിടെ ഒന്നൊന്ന് കാണണം. അതെ, ഡെഫിനറ്റ്ലി കാണണം. അതൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഒരു സൈഡ് കണ്ടു കഴിഞ്ഞാൽ ഡബിൾ ഡോറിൻ്റെ ആണ്. ഈ ഡബിൾ ഡോർ ഒരു റോ നോക്കിക്കഴിഞ്ഞാൽ തീരുന്നില്ല. ഈ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഈ നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്ന് ഇങ്ങനെ വെച്ചതാണോ, അല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ? ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ ഈ 50 ഷോറൂം അച്ഛൻ്റെ കയ്യിലൂടെയാണ് അച്ഛൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അച്ഛന് തന്നെ ഒരു വിഷൻ ഉണ്ട്. നമ്മൾ എന്തൊക്കെ ചെയ്ത് ചില സജഷൻസ് ഒക്കെ പറയുമ്പോൾ അച്ഛൻ അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ അച്ഛനുള്ള രീതിയിൽ നോക്കുമ്പോൾ അതാണ് ദ ബെസ്റ്റ്. ഈ സംഭവങ്ങൾ തന്നെയായാലും കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഞങ്ങളുടെ കൊട്ടാരക്കര ഷോറൂമിൻ്റെ ഇനോഗ്രേഷൻ. ഒരാഴ്ച കൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഷോറൂം ഡിസ്പ്ലേ ചെയ്തത്. ഒരാഴ്ച എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എത്തി, അത് ഡിസ്പ്ലേയിൽ എൻട്രി ചെയ്ത് ഡിസ്പ്ലേയിലേക്ക് കയറണം. അങ്ങനെ എല്ലാം ഞാൻ പറയുന്നത് ഇതിലൊരു വൺ മാൻ ഷോ അല്ല, ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഫലമാണ് ഇതിൻ്റെ ഡിസ്പ്ലേ. ഞങ്ങളുടെ സ്റ്റാഫിനോട് വലിയധികം താങ്ക്സ് പറയാതിരിക്കാൻ വയ്യ. ലോകത്തിലെ എല്ലാ വൻകിട കമ്പനികളുമായും ഗോപു നന്ദിലത്തിനുള്ളത് ഏറ്റവും അടുത്ത ബന്ധം, ഒരുപക്ഷെ മറ്റ് ഒരു ആൾക്കും ഇല്ലാത്ത തരത്തിലുള്ള ബന്ധം, ബൾക്ക് പർച്ചേസിങ്ങിലൂടെയുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിലാണ് അവരും കാണുന്നുണ്ടാവുക. ആ ബന്ധമൊക്കെ എങ്ങനെയാണ് തുടങ്ങുന്നത്, അതൊക്കെ അറിയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലുള്ള ഒരു ബ്രാൻഡായിരുന്നു വീഡിയോകോൺ. ഇന്ന് ഒരു ചെറിയൊരു കാര്യം വന്ന് അവർ ഡിമിനിഷായി. പക്ഷേ എന്നിരുന്നാലും വളരെ നല്ലൊരു ബ്രാൻഡ് വാല്യൂ ഉള്ളതായിരുന്നു വീഡിയോകോൺ. നമുക്ക് എല്ലാവർക്കും അറിയാം വീഡിയോകോൺ TV. വീഡിയോകോണിൽ നിന്നാണ് അച്ഛൻ സ്റ്റാർട്ട് ചെയ്തത്. ക്രൗൺ TV. അന്നത്തെ ബ്രാൻഡുകൾ ഇന്ന് ഇല്ല എന്നേ ഉള്ളൂ. പക്ഷെ അവരുമായിട്ടുള്ള ബന്ധം അച്ഛന് നല്ല രീതിയിലുള്ള റാപ്പോ ഉണ്ട്. ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിന് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ, എൻ്റെ അച്ഛനെ പലർക്കും അറിയുന്നത് മെൻറ്ററായിട്ടോ ചേട്ടനായിട്ടോ അനിയനോ ആയിട്ടാണ്. അത്തരത്തിലുള്ളൊരു ബന്ധമാണ് എല്ലാവരുമായിട്ട് അച്ഛൻ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം റാപ്പോ ആണ്, ഒരു കുടുംബം പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഈവൻ ബ്രാൻഡ്സ് ആയാലും നമുക്ക് വേണ്ടി അത്രയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ബ്രാൻഡ്സിൻ്റെ ഭാഗത്തുനിന്ന് പറയാനാണെങ്കിൽ ഇത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അച്ഛൻ നമ്മൾ കാണുമ്പോൾ അറിയാം, വളരെ സാധാരണ രീതിയിൽ സാധാരണക്കാരനായാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറുന്നത്. ആ ക്വാളിറ്റിയൊക്കെ മക്കളിലും നമ്മൾ പ്രതീക്ഷിച്ചോട്ടെ. സർ, ഞാൻ പറഞ്ഞില്ലേ, വളരെയധികം അച്ഛൻ്റെ ലെവലിൽ നിന്ന് അച്ഛൻ എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഐ ഫീൽ പ്രൗഡ്. ഞാൻ ഇന്നലെ അത് പറഞ്ഞോളൂ. ഇന്നലെ നമുക്കൊരു ഫാമിലി മീറ്റിംഗ് ഉണ്ടായിരുന്നു ബ്രാൻഡ്സ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്, ഞാൻ ഐശ്വര്യ നന്ദിലത്ത് എന്ന് പറയുമ്പോൾ മാഡം എന്ന് വിളിക്കുന്ന ഒരു റെസ്പെക്റ്റ് എൻ്റെ അച്ഛനോടുള്ള റെസ്പെക്റ്റാണ്. മനസ്സിലായോ? അച്ഛനോടുള്ള റെസ്പെക്റ്റാണ്, ആ ബ്രാൻഡിനോടുള്ള ബഹുമാനമാണ് എന്നെ ഇന്ന് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ എന്നെ കാണുന്നതായിട്ടുള്ളത്. അതിൽ ഞാൻ വളരെയധികം അഭിമാനമുണ്ട്. അച്ഛൻ്റെ മകളായി ജനിക്കാൻ സാധിച്ചതിലും ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നൊരു മുഹൂർത്തമാണ്. കാരണം 50 ഷോറൂം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി. ഈ 5 കോടിയാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്. 5 കോടി കസ്റ്റമേഴ്സ് ഇങ്ങനെ ഒപ്പമുണ്ട്. അത് തന്നെ ഒരു ധൈര്യമല്ലേ നിങ്ങൾ? സാർ, അതെന്താണെന്ന് വെച്ചാൽ തലമുറകളായിട്ടുള്ള കസ്റ്റമേഴ്സാണ്. 5 കോടി എന്ന് പറയുമ്പോൾ കേരള ജനതയെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ തലമുറകളായിട്ടുള്ള കസ്റ്റമേഴ്സ്. ഇപ്പം തൃശ്ശൂർ ആദ്യം ഉത്ഭവിച്ചതാണ് നന്ദിലത്ത് ജിമാർട്ട്. അപ്പോൾ അവിടെ വരുന്ന പല കസ്റ്റമേഴ്സും, പണ്ടത്തെ കസ്റ്റമേഴ്സ് പറയും, ഞാൻ നിങ്ങളുടെ നിന്ന് 5-10 വർഷം മുമ്പ് ഒരു റെഫ്രിജറേറ്റർ എടുത്തിരുന്നു, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ എടുത്തിരുന്നു. 15 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ ആദ്യം ഇവിടെ നിന്നാണ് വാങ്ങിയത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു തലമുറ കൈമാറി വരുന്ന ഒരു സന്തോഷമാണ് നമുക്ക് കേൾക്കുന്നത്. അല്ലാതെ എന്താ പറയുക, പെട്ടെന്നുണ്ടായ ഒരു ബ്രാൻഡല്ല എന്നുള്ള അവരുടെ സ്വന്തം ബ്രാൻഡ് നന്ദിലത്ത് ജിമാർട്ട് എന്ന് പറയുമ്പോൾ അവരുടെ വീട്ടിൽ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ എപ്പോഴും അച്ഛനോട് പറയാറുണ്ട്, കേരളത്തിലെ ഒട്ടാകെയുള്ള വീടുകളിൽ ഒരു നന്ദിലത്ത് ജിമാർട്ട് പ്രൊഡക്റ്റെങ്കിലും വേണം. അതിലേക്ക് ഞങ്ങൾ എത്തുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ
എവിടെ വേണമെങ്കിലും ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്താൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും എത്തിക്കുകയും ചെയ്യും. സർ, നമുക്കിതിനകത്ത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും കൂടെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ഔട്ട് കേരളത്തിലുള്ള 14 ജില്ലകളിൽ ഗോപുനന്ദിലത്ത് ജിമാർട്ട് പ്രസൻസ് 50ഓളം ഷോറൂമിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ എവിടെ നിന്ന് ഷോപ്പ് ചെയ്താലും ഇപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ സ്റ്റോറിൽ പോയിട്ട് ഇപ്പം കണ്ണൂർ ഷോപ്പ് ചെയ്ത ഒരു വ്യക്തിക്ക് കസ്റ്റമറിന് ട്രിവാൻഡ്രത്തേക്കാണ് വേണ്ടത്, നേമത്തേക്കാണ് വേണ്ടത്, നമ്മൾ ഡെലിവറി ചെയ്യും. അതും വേണ്ട, സ്റ്റോറി വരണ്ട, ഇതേ പ്രൊഡക്ട്സുകൾ തന്നെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പം ദൂരെ നാട്ടിലുള്ളവർക്ക് അവരുടെ പേരൻസിനോ അവരുടെ അടുത്തുള്ളവർക്ക് എന്തെങ്കിലും പ്രൊഡക്ട്സ് ഷോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഗിഫ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങളുടെ ഓൺലൈൻ പോർട്ടൽസ് ഉണ്ട്. ഞങ്ങൾ അവരെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു ടീം തന്നെയുണ്ട്. ഈ ഓൺലൈനാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യം. അതും നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസുമായി അതിനേക്കാൾ കുറഞ്ഞ പ്രൈസിലേക്കൊക്കെ നിങ്ങൾ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരേ സാധനം തന്നെ നിങ്ങൾക്ക് ഏറ്റവും വില കുറവിൽ എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു? പിന്നെ നിങ്ങളുടെ ലാഭം എന്താണെന്നുള്ളൊരു സംശയം ഉണ്ടാകില്ലേ? സർ, ലാഭം ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക കമ്പനീസിൽ നിന്നും അച്ഛൻ അത്രയും ബാർഗെയിൻ ചെയ്താണ് പ്രൊഡക്ട്സുകൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുക്കാൽ പങ്കിൽ നമ്മൾ ഉപഭോക്താക്കൾക്കായിട്ട് ഓഫർ ചെയ്തില്ലെങ്കിൽ കോമ്പറ്റീഷൻ ഇസ് സോ ടഫ് അല്ലേ. എല്ലായിടത്തും സോണി, സാംസങ്, LG ഉണ്ടാവും. പക്ഷേ അതിൽ നിന്ന് ഗോപുനന്ദിലത്ത് ജിമാർട്ടിനെ മാറ്റി നിർത്തുന്നത് അതിൻ്റെ പ്രൈസും നമ്മൾ കൊടുക്കുന്ന പ്രൈസും ഓഫറുകളുമാണ്. അപ്പോൾ ഇത് കൊടുക്കാത്തിടത്തോളം കാലം നമുക്ക് വളരാൻ പറ്റില്ല. അപ്പോൾ അതാണ് നമ്മുടെ USP. നമ്മൾ എന്നും കസ്റ്റമേഴ്സിന് വേണ്ടിയുള്ള നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു ശതമാനം മാറ്റിവെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഉയരാൻ പറ്റുള്ളൂ. കൊള്ള ലാഭം, അമിത ലാഭമൊന്നും ആദ്യമേ അച്ഛൻ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് അതെന്താ പറയാൻ കാരണം വെച്ചാൽ എല്ലാ ഓണത്തിനും നമുക്ക് ഓഫറുകൾ ഉണ്ടാവാറുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ പഞ്ച് ഓഫറായിരുന്നു. പിന്നെ പാൻഡമിക് വന്നതുകൊണ്ട് നമ്മൾ ആ ഓഫറുകളൊന്ന് പോസ് ചെയ്തിട്ടുണ്ട്. കാരണം അറിയാലോ, അങ്ങനെ ഓണം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ 2 വർഷം. പക്ഷേ എല്ലാ വർഷത്തും എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ ഓണത്തിന് ഓഫറുകളായിട്ടായിരുന്നു വന്നിരുന്നത്. വളരെ ട്രാൻസ്പാരൻ്റ് ആയിരുന്നു. നമ്മൾ വെറുതെ പറഞ്ഞ് പലരും പലതും പറയുമായിരിക്കും, പക്ഷേ ഗോപുനന്ദിലത്ത് ജിമാർട്ടിൽ എല്ലാം ട്രാൻസ്പാരൻ്റ് ആണ് സാർ. ഇതിന് മുമ്പ് നടത്തിയ ലക്കി ഡ്രോ തന്നെ ആയാലും വളരെ ട്രാൻസ്പാരൻ്റ് ആയിരുന്നു. ഒരു കസ്റ്റമർക്ക്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കസ്റ്റമറുടെ കയ്യിൽ ബിൽ കൂപ്പൺ ഇല്ല. നമ്മൾ ലോട്ടോ എടുത്തു, പക്ഷേ അവരുടെ കയ്യിൽ ആ ബില്ലില്ല. നമ്മൾ എന്ത് ചെയ്തു, ആ നമ്പറിൽ നോക്കി നമ്മുടെ സിസ്റ്റത്തിൽ ചെക്ക് ചെയ്ത് ആ കസ്റ്റമറെ വിളിച്ചു കൊടുത്തു. അപ്പോൾ അത്രയും ട്രാൻസ്പാരൻ്റ്, നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു ബൈറ്റും ഉണ്ടായിരുന്നു. പക്ഷേ അത് അത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് ഗോപുനന്ദിലത്ത് ജിമാർട്ട്. അത് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചിരിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ സത്യസന്ധമായി ബിസിനസ് ചെയ്താൽ നമ്മളെ ആരും വെറുപ്പിക്കാൻ വരില്ല, ദ്രോഹിക്കാൻ വരില്ല. ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തുമാണ് നന്ദിലത്ത് ജിമാർട്ട്, ഇന്ത്യയിൽ എല്ലായിടത്തും. അത് നമ്മൾ എപ്പോഴാണ് കേൾക്കുക? അത് ഞാൻ അച്ഛനോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അച്ഛൻ ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ് റെസ്പോൺസിബിലിറ്റി. ഇഫ് അറ്റ് ഓൾ ഞങ്ങൾക്ക് അത് ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞു നിങ്ങളായി പോയി ചെയ്തോളൂ, ഞാൻ കേരളത്തിലേ ഉള്ളൂ. കാരണം എപ്പോഴും ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ബിസിനസ്മാൻ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, കേരളത്തിൽ ബിസിനസ് ചെയ്താൽ ലോകത്തിൽ എവിടെ പോയി ചെയ്യാനും പറ്റുമെന്നുള്ളത്. അപ്പോൾ ദൈവം സഹായിച്ച് അടുത്തൊരു സ്റ്റെപ്പായിട്ട് ഞങ്ങൾക്കത് എടുക്കാനുള്ളൊരു ശക്തി അതുപോലെ ഒരു സപ്പോർട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങൾ ചെയ്യുന്നതാണ്. എന്തായാലും കേരളത്തിൽ എല്ലായിടത്തുമുണ്ട് നന്ദിലത്ത് ജിമാർട്ട്. ഇനി ഇന്ത്യയിൽ എല്ലായിടത്തുമുള്ള ഗോപുനന്ദിലത്ത് ജിമാർട്ട് എന്ന ഹൈടെക് ഷോറൂമുകൾ നമ്മുടെ നന്ദിലത്തിൻ്റെ സാരഥികളായ അർജുൻ നന്ദിലത്തും ഐശ്വര്യ നന്ദിലത്തുമൊക്കെ നമുക്ക് സമ്മാനിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. എന്തായാലും കണ്ണൂരിന് ഏറ്റവും വലിയ ഒരുപക്ഷെ ഗോപുനന്ദിലത്ത് ജിമാർട്ടിൻ്റെ ഏറ്റവും വലിയ ഷോറൂമാണ് കണ്ണൂർ താവക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലാണ് അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാം തന്നെ ഗോപുനന്ദിലത്ത് എന്ന വലിയ മനുഷ്യൻ്റെ, അദ്ദേഹം സ്വപ്നം കണ്ട അതേ രീതിയിൽ തന്നെയാണ് കണ്ണൂരിലെ ഈ ഷോറൂമൊക്കെ തന്നെ ഒരുക്കിയിട്ടുള്ളത്. അത് ജനങ്ങൾക്കായി ഒരു തവണയെങ്കിലും ഇവിടെ വന്നൊന്ന് കാണൂ എന്നാണ് ഇവരെല്ലാവരും പറയുന്നത്.